ദൈവവചന വ്യാഖ്യാനത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓർപ്പിച്ച പോലെ ബൈബിളിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ദൈവവചന വ്യാഖ്യാനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചും ഒക്കെ ആണല്ലോ നമ്മൾ സംസാരിക്കാനിടയായത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വീണ്ടും ചിന്തിക്കുവാൻ പോകുന്നത് അതിൻ്റെ ലിറ്റററി കോണ്ടെക്സ്റ്റ് ആണ്, സാഹിത്യപരമായ സന്ദർഭം. ഓരോ തിരുവെഴുത്തിനും ഓരോ സ്റ്റൈലുകൾ നമുക്കുണ്ടാകും. ഒരു പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ട ഒരു ആർട്ടിക്കിൾ വായിക്കുന്നത് പോലെയല്ല ഒരു സ്റ്റോറി വായിക്കുന്നത്. ഒരു നിയമങ്ങൾ നമ്മൾ വായിക്കുന്നത് പോലെയല്ല ഒരു വിവരണം നമ്മൾ വായിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ തരത്തിലുള്ളതായ സാഹിത്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്ക് ദൈനംദിനം ലഭിക്കുന്ന പത്രങ്ങളിൽ അതിൽ ന്യൂസ് ഉണ്ടാകും. അതിലേതെങ്കിലും പ്രത്യേക വിഷയത്തെ കുറിച്ചുള്ളതായ ഒരു വിവരണങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ആർട്ടിക്കിൾ ഉണ്ടാകും. ചില ഇൻ്റർവ്യൂസ് അതിലുണ്ടാകും. ചില സ്റ്റോറികൾ അതിലുണ്ടാകും. അതുപോലെ ചില നിയമങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ, നിയമവശങ്ങളെക്കുറിച്ച്, ഇങ്ങനെ ഒരു പത്രത്തിൽ നമ്മൾ അനേക തരത്തിലുള്ളതായ എഴുത്തുകൾ ഒരു ന്യൂസ് പേപ്പറിൽ കാണുന്നു. അതുപോലെ അതിനേക്കാൾ അപ്പുറമായി ബൈബിളിൽ ഉള്ളതായ 66 പുസ്തകങ്ങളെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓരോ പുസ്തകങ്ങളും വ്യത്യസ്തമായ സാഹിത്യ സന്ദർഭങ്ങളിലൂടെ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് ബൈബിളിൽ 66 പുസ്തകങ്ങൾ. നമ്മൾ ഇതൊരു വലിയ ചിന്തയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഓരോ പുസ്തകങ്ങളും ഒരു വലിയ ചിന്തയുടെ ഭാഗമായിട്ട് അതുമായി ചേർന്ന് പോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട തോട്ടിനെ അതിനെ അറിയിക്കുവാൻ, കൺവേ ചെയ്യുവാൻ അനേക തരത്തിലാണ് അത് ഉപയോഗിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സാഹിത്യ സന്ദർഭത്തെ നമ്മൾ എപ്പോഴും ഓരോ പുസ്തകത്തിൻ്റെ സാഹിത്യ സന്ദർഭത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കതിനെ ശരിയായി പഠിക്കാനുള്ളൂ. സങ്കീർത്തനങ്ങൾ വായിക്കുന്നത് പോലെയല്ല സുവിശേഷങ്ങൾ വായിക്കുന്നത്. സുവിശേഷങ്ങൾ വായിക്കുന്ന പോലെയല്ല പ്രവചന പുസ്തകങ്ങൾ നമ്മൾ വായിക്കുവാനിടയാകുന്നു. പ്രവചന പുസ്തകങ്ങൾ വായിക്കുന്ന പോലെയല്ല ചരിത്രപരമായ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുവാനിടയാകുന്നു. അതുകൊണ്ട് ഈ ഓരോ പുസ്തകത്തിൻ്റെയും സാഹിത്യ സന്ദർഭത്തെ നമ്മൾ ശരിയായി മനസ്സിലാക്കുവാനെങ്കിൽ മാത്രമേ നമ്മുടെ വ്യാഖ്യാനങ്ങൾ ശരിയാകുകയുള്ളൂ. ദൈവവചനത്തെ ശരിയായ രീതിയിൽ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. ദൈവവചന പഠനത്തിൻ്റെ 7 പ്രധാനപ്പെട്ട സാഹിത്യ സന്ദർഭത്തെ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ലിറ്റററി കോണ്ടെക്സ്റ്റിൽ സാഹിത്യ സന്ദർഭത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട 7 ഭാഗങ്ങൾ, 7 ഡിവിഷനാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ടുള്ളത് അത് നമ്മൾ കാണുന്ന ഒന്നാമതായിട്ടുള്ള വിവരണമാണ്. നറേറ്റീവ്. ചില പുസ്തകങ്ങൾ നറേറ്റീവാണ്, വിവരണങ്ങളാണ്, വിവരിക്കപ്പെട്ടിരിക്കുന്നത്. 1 രാജാക്കന്മാരുടെ 2 രാജാക്കന്മാരും അതുപോലെ ശമൂവേലിന്റെ പുസ്തകവും ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതെല്ലാം വിവരണങ്ങളാണ്. ചരിത്ര വിവരണങ്ങളാണ് നമുക്കതിൽ കാണുവാൻ കഴിയുന്നത്. നറേറ്റീവ്. രണ്ടാമത്തത് നിയമമാണ്. നിയമം, ലോ. പ്രധാനപ്പെട്ട് നമ്മൾ കാണുന്നത് ആദ്യത്തെ 5 പുസ്തകങ്ങൾ. 5 പുസ്തകങ്ങളാണ് നമ്മൾ അതിൻ്റെ നിയമപുസ്തകങ്ങളായിട്ട് കാണുവാൻ സാധിക്കും. പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ. ഈ 5 പുസ്തകങ്ങളെ നമുക്ക്
അതിന് നിയമപുസ്തകങ്ങളായിട്ട് അതിൽ അനേക തരത്തിലുള്ളതായ നിയമങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ പുസ്തകങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട സാഹിത്യ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ഒരു ഭാഗമാണ് പൊയട്രി, കവിതകൾ, കവിതാരൂപത്തിൽ എഴുതപ്പെട്ടത്. സങ്കീർത്തനങ്ങൾ, അതുപോലെ സോങ് ഓഫ് സോങ്സ്, ഉത്തമഗീതങ്ങൾ, ഇതൊക്കെ ഒരു കവിത രൂപത്തിൽ എഴുതപ്പെട്ടതാണ്. പൊയട്രിയാണ്. നാലാമത്തത് പ്രവചന പുസ്തകങ്ങൾ. ബൈബിളിലുള്ള പ്രവചന പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഐസിയ, ജെരമ്യ, അതുപോലെ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലുള്ള ജോയല്, മീഖ, ഇങ്ങനെയുള്ളതൊക്കെ ഒരു പ്രവചന പുസ്തകങ്ങളുടെ പരമ്പരയായിട്ട് കാണുവാൻ സാധിക്കും. മറ്റൊരു ഗ്രൂപ്പാണ് വിസ്ഡം ലിറ്ററേച്ചർ അല്ലെങ്കിൽ വിസ്ഡം ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ യോബിന്റെ പുസ്തകവും നമ്മൾ വായിക്കുന്ന സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഇതൊക്കെ വിസ്ഡമാണ്, ജ്ഞാനത്തിന്റെ പുസ്തകങ്ങളാണെന്ന് കാണുവാൻ സാധിക്കും. ജ്ഞാന പുസ്തകങ്ങളാണ്. അതിൽ ജ്ഞാനത്തിന്റെ ഓരോ കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ് സുവിശേഷങ്ങൾ. പ്രധാനപ്പെട്ട 4 സുവിശേഷങ്ങൾ. അതുപോലെ തന്നെ ഈ സുവിശേഷങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നത് അനേക തരത്തിലുള്ള ഉപമകളായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. ഉപമകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എഴുത്തുകൾ, ലെറ്റർ, സഭയ്ക്കും അതുപോലെ വ്യക്തികൾക്കും എഴുതപ്പെട്ടതായ എഴുത്തുകൾ, ലേഖനങ്ങളായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കും. എഫേഷ്യനും ഫിലോമോനും ടൈറ്റസും ഒക്കെ ആ ഗ്രൂപ്പിൽപ്പെടുന്നതാണ്. മറ്റൊന്ന് അവസാന നാളുകളെക്കുറിച്ച്, അപ്പോക്കാലിപ്റ്റിക് അന്ത്യനാടുകളെ കുറിച്ചുള്ള എഴുത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനമായിട്ടും പുതിയ നിയമത്തിൽ കാണുന്ന വെളിപ്പാട് പുസ്തകവും പഴയ നിയമത്തിലെ ദാനിയേലിന്റെ പ്രവചനവും ഒക്കെ വരുവാനുള്ള കാലത്തിൽ, അന്ത്യകാലത്തിലേക്കുള്ളതാണെന്ന് ഉള്ള പ്രവചനങ്ങളിലാണ് അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അവസാന നാളുകളെ കുറിച്ചുള്ള എഴുത്തുകളാണ് അതിന്മേൽ കാണപ്പെടുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ളതായ സാഹിത്യങ്ങളാണ് ബൈബിളിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓരോ പുസ്തകങ്ങൾ പഠിക്കുമ്പോഴും ഇതിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുവാനിടയാകണം. ഇതിന്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന്, അല്ലെങ്കിൽ ഓരോ എഴുത്തുകളുടെയും ഉദ്ദേശങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ശരിയായി വായിക്കുവാനും പഠിക്കുവാനും അതിൻ്റെതായ രീതിയിൽ നമ്മൾ പഠിക്കാനിടയാകുന്നത്. ഒരു പൊയട്രി ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ചരിത്രത്തിന്റെ പുസ്തകങ്ങളെ നറേറ്റീവ്സ് നമ്മൾ പഠിക്കുമ്പോൾ എന്തിനെക്കുറിച്ചാണ്, ആരെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ഏത് സന്ദർഭമാണെന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. പാരബിളുകളാകുമ്പോൾ ഉപമകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് എപ്രകാരം നമ്മൾ മനസ്സിലാക്കണം, അതിനെന്തിനോട് താരതമ്യപ്പെടുത്തിയാണ് പറയപ്പെട്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാരണങ്ങൾ നമ്മൾ ഈ സാഹിത്യ സന്ദർഭങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വരേണ്ടതായിട്ട്. അപ്പോൾ നമ്മളൊരു ബുക്ക്, ദൈവത്തിന്റെ ഒരു ഭാഗം വായിക്കുമ്പോൾ അത് ഏത് കാറ്റഗറി, ഏത് വിഭാഗത്തിലാണ് പെടുന്നത്, ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്കതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മൂന്നാമത്തെ പ്രക്രിയയിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നാമതായിട്ട് ഞാൻ ഓർപ്പിച്ചു, ചരിത്രപരമായ സാംസ്കാരികപരമായ സന്ദർഭം. മറ്റൊന്ന് സാഹിത്യ സന്ദർഭങ്ങൾ. അപ്പോൾ 2 കാര്യങ്ങളാണ് പൊതുവായിട്ട് നമ്മൾ പഠിക്കേണ്ടതായത്. ഇത് മൂന്നാമത്തത് നമ്മൾ ഇനി ചെയ്യുവാനുണ്ടാകുന്നത് ഒബ്സർവേഷനാണ്. അപ്പോൾ ആ ദൈവവചന ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന്
നമ്മളിപ്പോൾ മനസ്സിലാക്കിയാണ്. ഇതിന്റെ ചരിത്ര സാംസ്കാരിക പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു, ഏത് വിവരണത്തിൽ പെടുന്നതാണെന്ന്, ഏത് സാഹിത്യ സന്ദർഭത്തിൽ പെടുന്നതാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മൂന്നാമത്തെ പ്രക്രിയ നമ്മൾ കണ്ടന്റ് ഓഫ് ദ സ്ക്രിപ്ചർ, നമ്മൾ ആ ദൈവന ഭാഗത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ തുടങ്ങിയാണ് ചെയ്യാൻ മൂന്നാമത്തെ പ്രക്രിയ. ഇവിടെയാണ് നമ്മൾ ദൈവവചനത്തെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുവാൻ ആരംഭിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ദൈവവചനത്തിന്റെ വ്യാഖ്യാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുവാൻ ആരംഭിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ആ ദൈവവചന ഭാഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വ്യക്തമായ ഒരു അവബോധം നമുക്കുണ്ടാകണം. ശരിയായ നിരീക്ഷണം നമുക്കുണ്ടാകണം. ശരിയായ വിശദീകരണമോ വ്യാഖ്യാനമോ അല്ല, ശരിയായ രീതിയിലുള്ളതായ അതിന്റെ വിശദാംശങ്ങളെ നമ്മൾ കാണുവാൻ നമുക്കിടയാകണം. വ്യാഖ്യാനിക്കല്ല, അതിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ അതിന്റെ വിവരണങ്ങൾ എന്താണ്, അതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളെയും അതിനെ വിവരിച്ച് വിശദീകരിച്ച് നമ്മൾ കാണുവാൻ ആരംഭിക്കുകയാണ് ഈ മൂന്നാമത്തെ പ്രക്രിയ. മൂന്നാമത്തെ പ്രക്രിയയിൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ആ പാസേജിൽ, ആ ദൈവന ഭാഗത്തിൽ കൊടുത്തിരിക്കുന്നതിന്റെ ഓരോ വിശദീകരണങ്ങളും നമ്മൾ മനസ്സിലാക്കിയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമ്മൾ അനേക ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. രണ്ട് പ്രധാന കാരണങ്ങൾ ഉണ്ടാകണം. ഒന്നാമത് നമ്മൾ അനേക ചോദ്യങ്ങൾ ചോദിക്കണം. രണ്ടാമത്തെ ഘടകം നമ്മൾ അതിനെ എഴുതി വെക്കുവാനിടയാകണം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതുവാൻ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഒബ്സർവേഷനിലെ ഒന്നാമത്തെ ഘടകം നമ്മൾ അനേക ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടുള്ള ചില ചോദ്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചില ചോദ്യങ്ങൾ, അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളാണ്. ഇത് എന്താണ് സംസാരിക്കുന്നത്, വാട്ട്, ഇത് എപ്പോഴാണ്, വെൻ, ഹൗ, വേർ, വൈ, ഇത് എന്താണ്, എന്നാണ്, എങ്ങനെയാണ്, എവിടെയാണ്, എന്തിനു വേണ്ടിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ നമ്മൾ പഠിക്കുന്ന ആ ദൈവന ഭാഗത്തിലേക്ക് നമ്മൾ ചോദിക്കാനിടയാണ്. അതിനുശേഷം വിശദമായ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. വിശദമായി ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതെന്താണ്? ആ ദൈവന ഭാഗത്തിലുള്ള എപ്പോഴും അല്ലെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ വാക്കുകൾ, ഓരോ ശൈലികൾ, അതിൻ്റെ ഓരോ പ്രമേയങ്ങൾ, അതിലെന്താണ് പ്രധാനമായും മുഖ്യമായി കൊടുക്കുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ മുഖ്യമായ ഘടകം ഏതാണ്, എന്താണ് അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്, ഇങ്ങനെയുള്ള വാട്ടെന്ന് ചോദിക്കുമ്പോൾ, എന്താണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ചോദിക്കേണ്ടത്, ഇതിനകത്തെ ആ ദൈവന ഭാഗത്തിൽ കൊടുക്കപ്പെട്ടിരിക്കുന്ന റിപ്പീറ്റഡ് വേഴ്സസ്, ഫ്രൈസസ്, അതിന്റെ മുഖ്യ ഉദ്ദേശം, അതിന്റെ പ്രാധാന്യതകൾ എന്തൊക്കെയാണ്, അതിൽ കൊടുക്കുന്ന മുഖ്യമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭാഗത്തില് നമ്മൾ കൊടുത്തിരിക്കുന്ന ശ്രദ്ധേയമായ എന്തെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈസ് ദെയർ എനി നോട്ട് വർത്തി തിങ്സ്? ആ ദൈവന ഭാഗത്തിന്റെ സ്വരം എന്താണ്? ട്യൂൺ ഓഫ് ദ പാസേജ്. ആ ദൈവന ഭാഗത്തിന്റെ അതിന്റെ ആ സ്വരം എങ്ങനെയാണ്? അതോട് ചേർന്ന് ആ എഴുത്തുകാരൻ ആ ഭാഗങ്ങൾ എഴുതുമ്പോൾ
സന്തോഷവാനായിട്ടാണോ, ദേഷ്യത്തോടെയാണോ, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടാണോ, വളരെ വലിയ ഭയത്തോടെയാണോ താൻ അതൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് ഏതെങ്കിലും ആ എഴുത്തുകാരൻ കൊടുക്കുന്ന ഏതെങ്കിലും ആ പാസേജിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ചിത്രമോ ആശയമോ അതിലുണ്ടോ എന്ന്, ആ സംഭാഷണത്തിൽ, ആ എഴുത്തുകളിൽ ഉണ്ടോ എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ തൻ്റെ ആശയങ്ങളെ മറ്റേതെങ്കിലും ആയിട്ട് കമ്പയർ ചെയ്ത് താൻ സംസാരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തതായിട്ട്, ഏതെങ്കിലും സജീവമായ ഒരു ക്രിയയെക്കുറിച്ചോ ഏതെങ്കിലും ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് രചയിതാവ് അവിടെ ഓർപ്പിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഒബ്സർവ് ചെയ്യണം. അങ്ങനെ ഉള്ള അനേക നിരീക്ഷണങ്ങളാണ് അടുത്ത ഈ പ്രക്രിയയിൽ നമ്മൾ ചെയ്യുവാനിടയാകേണ്ടത്. അനേക ചോദ്യങ്ങൾ ചോദിക്കുക. ഉദ്ദേശം എന്താണ്? അതിൻ്റെ ടൂൺ എന്താണ്? അതിൻ്റെ ഏറ്റവും മുഖ്യമായ കാര്യങ്ങൾ, അതിൽ എഴുത്തുകാരൻ കൊടുക്കുന്ന മുഖ്യമായ ആശയങ്ങൾ എന്താണ്? ആവർത്തിച്ചുള്ള വാക്കുകൾ എന്താണ്? തന്റെ ശൈലി എന്താണ്? ഇങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. തൻ്റെ ജീവിതത്തിലെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? താൻ വളരെ സന്തോഷവാനാണോ, ദുഃഖവാനാണോ, ദുഃഖിച്ചിരിക്കുകയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഈ കാര്യങ്ങളിൽ ചോദിക്കേണ്ട ഒരു ആ പ്രക്രിയകളിൽ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് അനേക ചോദ്യങ്ങൾ. മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന, നമ്മൾ നിരീക്ഷിക്കപ്പെടുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി നമ്മൾ എഴുതി വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ ആശയങ്ങൾ പിന്നീട് ഒരിക്കലും നമുക്കൊരു പക്ഷേ തിരികെ ലഭിക്കണമെന്നില്ല. നമ്മുടെ ചിന്തയിലൂടെ കടന്നു പോകുന്ന ആശയങ്ങൾ നമ്മൾ വളരെ എപ്പോഴാണെങ്കിലും അത് അപ്പോൾ തന്നെ അതിൽ നോട്ട് ചെയ്ത് വെക്കുവാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഹെർമനറ്റിക്കൽ പ്രോസസ്സിനെ കുറിച്ച് പറയാനിടയായി. അതിന്റെ പ്രക്രിയകൾ. ഒന്നാമത് ചരിത്രപരമായ, സാംസ്കാരികപരമായ അതിന്റെ സാഹചര്യത്തെ മനസ്സിലാക്കുക. രണ്ടാമത് അതിന്റെ സാഹിത്യ സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനിടയാകണം. ഏത് സാഹിത്യ സന്ദർഭത്തിൽ വരുന്നതാണ്? ഞാൻ ഓർപ്പിച്ച പോലെ 7 പ്രധാനപ്പെട്ട സാഹിത്യ സന്ദർഭങ്ങളുണ്ട്. വിവരണം, അതുപോലെ നിയമം, കവിതകൾ, പ്രവചനം, ജ്ഞാനം, സുവിശേഷങ്ങൾ, ഉപമകൾ, എഴുത്തുകൾ, അന്ത്യകാല സംഭവങ്ങൾ, അപ്പോകാലിപ്റ്റിക്. ഇങ്ങനെയുള്ള 7 കാറ്റഗറികളാണ് വരുന്നത്. അതുപോലെ മൂന്നാമത് നമ്മളതിനെ നിരീക്ഷിക്കുന്നവരാണ്. അതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെടുക്കുന്ന, പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന, വ്യാഖ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്ന ആ ഭാഗത്തെക്കുറിച്ചുള്ള ആ ദൈവന ഭാഗത്തെ ശരിയായ രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന അനുഭവമാണ് അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നാലാമത്താണ് ആപ്ലിക്കേഷൻ. നമ്മൾ എങ്ങനെയാണ് അത് പ്രായോഗികത്തിൽ കൊണ്ടുവരാനിടയാകുന്നത്? തിരുവെഴുത്തുകളെ പ്രായോഗികത്തിൽ കൊണ്ടുവരുന്നത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും? ഇംപ്ലിക്കേഷൻ ഓഫ് ദ സ്ക്രിപ്ചർ. ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട്, വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ളതായ ആ ഉദ്ദേശങ്ങളെ നമുക്ക് ഇവിടെ കാണാനിടയാകണം. അതെങ്ങനെയാണ് പർട്ടിക്കുലറായിട്ട് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനിടയാകണമെന്നുള്ളത്. അവിടെയുള്ള ദൈവശാസ്ത്രപരമായ തത്വങ്ങളെ നമ്മൾ മറയ്ക്കാതെ, മാറ്റിക്കളയാതെ, അതിനെ എപ്രകാരം നമുക്കത് ലൈഫുമായിട്ട് ബന്ധിപ്പിക്കുവാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സന്ദർഭങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ ഭാഗത്ത്. അല്ലെങ്കിൽ പ്രായോഗികമായി നമ്മൾ പ്രായോഗികത്തിൽ കൊണ്ടുവരുന്ന വേളയിൽ ഈ പ്രക്രിയയിൽ നമ്മൾ ചെയ്യേണ്ടത് അത് എങ്ങനെ ഇന്നത്തെ ലൈഫുമായി നമ്മൾ ഒബ്സർവ് ചെയ്ത ഓരോ കാര്യങ്ങൾ അതുമായി എങ്ങനെ റിലേറ്റ് ആയിരിക്കുന്നു, അതിനെ നമ്മൾ കണ്ടുപിടിക്കുവാൻ ഇടയാകണം. അതുപോലെ ഓർപ്പിച്ചതുപോലെ ഈ ദൈവന ഭാഗം എഴുതിയപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ്
ഓഡിയൻസ്, അല്ലെങ്കിൽ അവർ ആർക്കു വേണ്ടി എഴുതിയോ ആ ഒറിജിനൽ ഓഡിയൻസിനെ കൺവേ ചെയ്യുന്ന ദൈവശാസ്ത്രപരമായ തത്വങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാനിടയാണ്. അതെങ്ങനെയാണ് അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്താനിടയായത്? ആ ദൈവശാസ്ത്രം അവരുടെ ജീവിതത്തെ എപ്രകാരം അവരുടെ ജീവിതത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരാനിടയായി? ഈ എഴുതപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അപ്പോസ്തലൻ പൗലോസ് ഫിലോമോന് ലേഖനം എഴുതുവാനിടയായി. ഫിലോമോൻ എഴുതിയ ലേഖനം മുഖാന്തരമായി അവിടെ വലിയൊരു വ്യത്യാസം അവിടെ ഉണ്ടായി. ഫിലോമോന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായി. താൻ എന്നേക്കുമായി തള്ളിക്കളഞ്ഞ ഒനേസിമോസിനെ തന്നെ തിരികെ എടുക്കുവാൻ, അല്ലെങ്കിൽ അവനായി കാണുവാൻ ഉള്ളൊരു മനസ്സ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് അപ്പോസ്തലൻ പൗലോസ് ആ ലേഖനം ഫിലോമോന് എഴുതുവാനിടയായത്. അപ്പോൾ അതിനൊരു പ്രത്യാഘാതം ഉണ്ടാകി. അതിനെ എപ്രകാരമാണ് എടുക്കാനിടയായത്? അതിൽ വായിച്ചു കഴിഞ്ഞ ഫിലോമോന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു. അതെങ്ങനെയാണ്, അതെന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കാനിടയാകണം. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇന്ന് നമുക്ക് അതിനെ പ്രായോഗികത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെയായിരിക്കണം ഈ ദൈവ സത്യങ്ങൾ, ദൈവശാസ്ത്രത്തിന്റെ തത്വങ്ങൾ നമ്മളെ എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുവാൻ, നമ്മളെ എത്രത്തോളം സ്പർശിക്കപ്പെടുവാൻ ഇടയാകുമെന്ന് നമ്മൾ അധികമായിട്ട് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുവാൻ നമ്മൾ മറക്കരുത്. ആ പർട്ടിക്കുലർ ലൈഫ് സിറ്റുവേഷനിലേക്ക് എപ്രകാരം മടിക്കാനിടയാകും. അപ്പോൾ യേശു ഒരു രോഗിയെ സൗഖ്യമാക്കിയെങ്കിൽ അത് നമ്മൾ ആ വചനം പഠിക്കുമ്പോൾ, ഇന്നുള്ള നമ്മുടെ സാഹചര്യത്തുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ എങ്ങനെ നമ്മുടെ ജീവിതങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ്, നമ്മൾ സംസാരിക്കുന്ന ജനങ്ങളോർക്ക് എപ്രകാരം അത് ബന്ധിപ്പിക്കുവാനിടയാകുമെന്ന് നമ്മൾ ചിന്തിക്കാനിടയാകണം. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കുകയല്ല, ദൈവവചനത്തിൽ പറഞ്ഞ ആ സത്യം, അതിൻ്റെ ആ അർത്ഥത്തെ അതിൻ്റെതായ പൂർണ്ണതയിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് ഈ നിരീക്ഷണത്തിലൂടെ, അല്ലെങ്കിൽ ഈ പ്രായോഗികമായി ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ചിന്തിക്കുവാനിടയായി. നാലാമത്തെ പ്രോസസ്സിലൂടെ നമുക്ക് എപ്രകാരം ഈ പഠിച്ച, നിരീക്ഷിക്കപ്പെട്ട, മനസ്സിലാക്കിയ കാര്യങ്ങൾ എത്രത്തോളം അതും ദൈവവചനത്തിന് മാറ്റങ്ങൾ വരുത്താതെ, അതിൻ്റെ ഉദ്ദേശങ്ങളെ മാറ്റിക്കളയാതെ അതേ ശരിയായ ഉദ്ദേശത്തിൽ മനുഷ്യരിലേക്ക്, നമ്മളെ കേൾക്കുന്നവരിലേക്ക് നമുക്ക് എങ്ങനെ പകരുവാൻ കഴിയും, അതാണ് വളരെയധികം നമ്മുടെ സാഹചര്യമായിട്ട് എങ്ങനെ അത് ബന്ധിപ്പിക്കാൻ കഴിയും, വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. അപ്പോൾ ഈ പ്രോസസ് മുഖാന്തരം, ഈ പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, നമ്മെ ശരിയായ രീതിയിൽ ദൈവവചനത്തെ ഇന്റർപ്രറ്റ് ചെയ്യുവാൻ, വ്യാഖ്യാനിക്കുവാൻ ഈ പ്രോസസ് നമ്മെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, ഈ കാര്യങ്ങൾ നമ്മൾ ഈ പ്രോസസ്സിലൂടെ, ഈ പ്രക്രിയയിലൂടെ കാര്യങ്ങളെ പഠിക്കുമ്പോൾ ദൈവവചനത്തോട് നമുക്കൊരു ആത്മാർത്ഥത, ഒരു ധൈര്യം, ദൈവവചനത്തെ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുവാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുവാനിടയാകും. നമ്മളൊരു വലിയ ദൈവവചന പണ്ഡിതനെ ആകുന്നതിനേക്കാൾ ആ ദൈവവചനത്തെ ശരിയായ രീതിയിൽ നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും അത് ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികത്തിൽ കൊണ്ടുവരുവാനും കഴിയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നമുക്ക് കുറെ അറിവുകൾ ഉണ്ടാകുന്നതിനേക്കാൾ, ആ അറിവുകളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യവുമായി ഇതിനെ നമുക്ക് ബന്ധിപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് ഈ ദൈവവചന വ്യാഖ്യാന പഠനം വളരെയധികം പ്രാധാന്യം നിറഞ്ഞതായി തീരുവാനിടയാകും. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനത്തെ
പൂർണ്ണ അറിവോടെ, ദൈവവചനത്തിൻ്റെ പൂർണ്ണമായ അറിവോടെ, ദൈവവചനത്തെ കൊട്ടിക്കളയാതെ, ദൈവവചനത്തെ ദുരുപയോഗം ചെയ്യാതെ അതിനെ ശരിയായ രീതിയിൽ പഠിക്കുവാൻ ഈ ദൈവവചന വ്യാഖ്യാന പ്രക്രിയ നമ്മെ സഹായിക്കും. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 4 പ്രക്രിയകൾ. ഒന്നാമത്തത്, അതിന് ചരിത്രപരമായ സാംസ്കാരികപരമായ പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്, അതിൻ്റെ ലിറ്റററി കോണ്ടെക്സ്റ്റ്, സാഹിത്യപരമായ സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്, അതിനെ ശരിയായ രീതിയിൽ നിരീക്ഷിക്കുക. നമ്മൾ അതിനെ ശരിയായ രീതിയിലുള്ള ഒബ്സർവേഷനാണ്, ദൈവവചനത്തിലുള്ള കുറിച്ചുള്ള ഒബ്സർവേഷൻ. നാലാമതായി, ശരിയായ രീതിയിൽ അതിനെ പ്രായോഗികത്തിൽ കൊണ്ടുവരിക, പ്രായോഗികമായി നമ്മുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ബന്ധിപ്പിക്കുവാൻ നമുക്കിടയാക്കുക. അത് ചെയ്യുമ്പോഴാണ് ദൈവസത്യത്തെ തെറ്റിദ്ധരിക്കാതെ, തെറ്റായി വ്യാഖ്യാനിക്കാതെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുവാനും, അതോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തോട് നമുക്ക് ഒന്നുകൂടെ കൂറും ആത്മാർത്ഥതയും ഒരു ധൈര്യവും നമുക്ക് ഏറ്റെടുക്കുവാനും ഈ പ്രോസസ്സിലൂടെ നമുക്ക് സാധിക്കും. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനായുള്ള പ്രക്രിയകൾക്ക് വേണ്ടി നമുക്ക് ദൈവവചനത്തെ പഠിക്കാം. ദൈവവചനത്തിൻ്റെ ഓരോ അർത്ഥങ്ങളിലേക്കും നമുക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സഹായിക്കട്ടെ. ഇതിൻ്റെ ഓരോ വാക്കുകളെയും നമുക്ക് മനസ്സിലാക്കാൻ ഇടയാകട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികത്തിൽ കൊണ്ടുവരുവാൻ ഈ പഠനം, ഈ പ്രോസസ്സ് നമ്മെ സഹായിക്കും. അതിനായിട്ട് ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.